ഇപ്പോൾ കറക്റ്റ് വയനാടിൻ്റെ ഒത്ത ഒരു വ്യൂ പോയിൻ്റാണ് ഞങ്ങൾ നിൽക്കുന്നത്. കുറുമ്പലങ്കോട് എന്നൊരു വ്യൂ പോയിൻ്റാണ്. ഒരു രക്ഷയല്ല ഇവിടുത്തെ വ്യൂ പോയിൻ്റ്. കാര്യം എന്ന് വെച്ചാൽ ടോപ്പിൽ ഞങ്ങൾക്ക് ഇവിടെ ഈ ഒരു സ്ഥലത്തിൻ്റെ കുറിച്ച് പറയാൻ പറ്റിയത് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇവിടെ എത്തിയത്. ഈ സ്ഥലത്തിനെ കുറിച്ച് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ചെറിയൊരു വയനാട്ടിലെ ചെറിയൊരു പ്രദേശമാണ്. പക്ഷേ അധികം ടൂറിസ്റ്റുകൾ എത്താത്തൊരു പ്രദേശമായതുകൊണ്ട് ഞങ്ങൾ മാപ്പിൽ നോക്കിയപ്പോൾ ഈ സ്ഥലം കണ്ടു. അപ്പോൾ എന്താണ് ഈ സ്ഥലത്തെ പ്രത്യേകത നോക്കി വന്നതാണ്. വന്നപ്പോഴാണെങ്കിലോ അധികം തിരക്കുകളില്ല, 2 ചെറിയ കടകളുണ്ട്. പക്ഷേ വൃത്തി എന്ന് പറഞ്ഞാൽ അടുത്തൂടെ പോയിട്ടില്ല. കാര്യം ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് കുപ്പികൾ മൊത്തവും പരിസരം വൃത്തിയാക്കി ഇട്ടിട്ടില്ല. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നല്ല ചൂടായിരുന്നു. 12 മണിക്കാണ് എത്തിയതെങ്കിലും ചുറ്റുവട്ടത്തെ കാഴ്ചകൾ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ₹1 ചിലവില്ലാതെ എത്താൻ ടൂറിസ്റ്റുകാർക്ക് നല്ല വഴിയുള്ള സ്ഥലമാണിത്. പക്ഷേ റോഡ് വളരെ മോശമാണ്. ഏകദേശം 5 കിലോമീറ്റർ ഓഫ് റോഡാണ്. നല്ല കല്ലും കട്ടയും എല്ലാം ഉള്ള റോഡാണ്. നമ്മൾ നടന്ന് വന്ന് വരണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഓഫ് റോഡിൻ്റെ ട്രക്കോ ഒരു ബൈക്കോ ഉണ്ടെങ്കിൽ കുഴപ്പം, നമുക്ക് പെട്ടെന്ന് എത്താം. ഞങ്ങൾ ഏകദേശം നടന്നാണ് എത്തിയത്. ഇവിടെ എത്തിയപ്പോൾ പറയാൻ പറ്റാത്തൊരു ഫീലാണ്. ഓരോ സ്ഥലങ്ങളിൽ കാണുന്ന കാഴ്ചകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ വയനാട് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രാവിലെ 5 മണിക്ക് വന്നു കഴിഞ്ഞാൽ മൂടൽമഞ്ഞ് കാണാം. ഈ കാണുന്ന ഈ ഒരു പ്രദേശം മൊത്തം മൂടൽമഞ്ഞാൽ മൂടി നിൽക്കുന്നത് കാണാം. ഇപ്പം കാണുന്നില്ലേ, ഇവിടെ എല്ലാം മഞ്ഞ് കൊണ്ട് നമ്മൾ മഞ്ഞിൻ്റെ മുകളിൽ നിൽക്കുന്ന ആ ഒരു ഫീലാണ്. പക്ഷേ അത് ഞങ്ങൾക്ക് പറ്റിയില്ല. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞതാണ് കുറച്ച് ആദിവാസികൾ അങ്ങനത്തെ കുറച്ച് പേര് ഇവിടെ താമസിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഒരു ദയനീയ അവസ്ഥ എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ കേസോ അല്ലെങ്കിൽ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ താഴെ നിന്നും ഒരു ജീപ്പ്, അതും ഒരു 1/4 മണിക്കൂർ ഓടി എത്തിയാൽ മാത്രമേ അവർക്ക് തിരിച്ച് പോകാൻ പറ്റത്തുള്ളൂ. അത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോയ സമയത്ത് ഇതുപോലൊരു എമർജൻസി ആയിട്ട് ഒരു ജീപ്പ് വരുന്നത് കണ്ടു. പെട്ടെന്ന് ഞങ്ങൾ പോയപ്പോഴാണ് അവിടെ നിന്ന് ഒരു കൊച്ചു കുട്ടിയെയും കൊണ്ട് ആ ജീപ്പ് പോകുന്നു. പക്ഷേ ഈ റോഡ് മോശമായത് കൊണ്ടാണ് അവർക്ക് ഒരു വണ്ടി ഇല്ലാത്തത്. ആ റോഡിനെ കുറിച്ച് ഞാൻ കാണിക്കാത്ത കാര്യം, ഞങ്ങൾ ഒരുപാട് ചുറ്റിയാണ് വന്നത്. പക്ഷേ ആ സമയത്ത് ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല. ഇവിടുത്തെ ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ വന്നത്. ഇവിടെ എന്താണുള്ളത്, സഞ്ചാരിക്ക് പറ്റിയതാണോ അല്ലയോ എന്ന് നോക്കിയാണ് വന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടുത്തെ ആ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഒരു ബോർഡ് വെച്ചിരിക്കുന്നു, പരിസരം വൃത്തികേടാക്കരുത്. പക്ഷെ ആ ബോർഡിൻ്റെ ചുറ്റുമാണ് ഈ ചവറ് കിടക്കുന്നത് തന്നെ. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. പക്ഷെ ഒരിക്കലും നമ്മൾ വരുമ്പോൾ രാവിലെയോ വൈകിട്ടോ തന്നെ വരണം. നട്ടുച്ചയ്ക്ക് വരാൻ നിൽക്കരുത്, നല്ല വെയിലാണ്. അപ്പം ഞാനീ പറഞ്ഞ ബോർഡ്, ഈ കാണുന്ന ആ ബോർഡ്, ചുറ്റുവട്ടത്തെ കാഴ്ചകൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 4 മണിക്ക് തന്നെ വരണം. 4 മണിക്ക് വന്നാൽ ഒരു ചുറ്റുള്ള കാഴ്ചകളും കുറച്ച് കാറ്റുകളും മാത്രമേ ഉള്ളൂ. 2 കടയുണ്ട്. കട അങ്ങനെ എപ്പോഴും പ്രവർത്തിക്കുന്നില്ലെന്നാണ് അവിടെ ചോദിച്ചു പറഞ്ഞത്. അധികം ആർക്കും അറിയത്തില്ല ഈ ഒരു ലൊക്കേഷനെ കുറിച്ച്. അപ്പം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ മാപ്പിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇടുന്നതാണ്. നിങ്ങൾക്ക് പോകാൻ താല്പര്യം വയനാട് വരുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ എത്തുക. ജസ്റ്റ് ബാണാസുര ഡാമിൽ നിന്ന് ജസ്റ്റ് ഒരു 16 കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇരിക്കാൻ ചെറിയ സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ആ കടയിൽ വന്ന് കഴിക്കുന്നവർക്ക് വേണ്ടി ചെറിയ സഹായം ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാം കണ്ടിട്ട് തിരിച്ചു പോകുന്ന വഴിയാണ് നിങ്ങൾ കാണുന്നത്. ഇത് എന്തുകൊണ്ട് കാണിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഴി കണ്ടാലേ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ആ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഇപ്പം ഇവിടുത്തെ കുറച്ച് ആൾക്കാരുടെ കൃഷിയാണ് ഈ കാണുന്നത്. അവരുടെ ഉപജീവന മാർഗം കൃഷിയാണെന്ന് തോന്നുന്നു. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ചെറിയൊരു വീടും കാര്യങ്ങളെല്ലാം ഉള്ളത്. കൂടുതലും കണ്ടില്ലേ, ഇവിടെ പെട്ടെന്ന് കറണ്ട് കണക്ഷൻ ഉള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു വാട്ടർ കണക്ഷനുണ്ട്. അതല്ലാതെ വേറെ ഒരു ഫെസിലിറ്റി ഇവിടെ ഇല്ല. അതാണ് വലിയൊരു സങ്കടകരമായ കാര്യം. ഇവിടെ പോകുന്ന വഴിയും അങ്ങനെ ഒരു കീഴിട്ടതൊന്നുമല്ല, അഴുക്ക റോഡാണ് അത്രയ്ക്കും. ഞങ്ങൾ ചെന്ന സമയത്ത് ഒരു ജീപ്പ് വരുന്നത് കണ്ടു. അതുകൊണ്ടാണ് നമ്മൾ ചോദിച്ചത്. കണ്ടില്ലേ, കുടിക്കാൻ വേണ്ടി ഒരു പൈപ്പുണ്ട്. അതും ഒരു വലിയ ഭാഗ്യമായിപ്പോയി. വെള്ളം പോലും കിട്ടാത്ത സ്ഥലത്ത് ചെന്നിട്ടാ. ഈ വഴി കാണുമ്പോൾ തന്നെ അറിയാം ഈ വഴിയുടെ ആ ഒരു ടോട്ടൽ എങ്ങനെയാണ്. താഴോട്ട് പോകെ പിന്നെ കുഴിയാ, ഒരാൾ എന്നാൽ കാണാൻ പറ്റില്ല, അത്രയ്ക്കും വലിയ കുഴിയാണ്. ഞാനിങ്ങനെ പോയ സമയത്താണ് ആ ജീപ്പ് വരുന്നത്. ആ ജീപ്പ് വളരെ സ്പീഡിലാണ് പോകുന്നത്. പക്ഷേ ആ റോഡിന് പോകുന്നതിന് പരിമിതികളുണ്ട്. കണ്ടില്ലേ, അത്രയ്ക്ക് മോശമായ റോഡായതുകൊണ്ടാണ് ആ വണ്ടി പയ്യെ വരുന്നത്. ഒരു എമർജൻസി ആയിട്ട് ഒരു രോഗി കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന ജീപ്പാണ് ഈ വരുന്ന ജീപ്പ്. ഇവിടെ നിന്ന് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 4 കിലോമീറ്റർ നടക്കണം. ഇതുപോലത്തെ റോഡാണ്. അപ്പോൾ ഞാനിത് ഫുള്ള് കാണിക്കാത്തത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ വിഷമം വരും.